വനിതാ സംവരണത്തിന്റെ മറവിൽ ബി.ജെ.പി. അജണ്ട നടപ്പിലാക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ പറഞ്ഞു. കണ്ണൂർ ഡി.സി.സി. ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീജ. മണ്ഡലം പുനർനിർണയത്തിന്റെ മറവിൽ വനിതാ സംവരണം 33% നടപ്പിലാക്കുന്നതിനെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി എതിർത്തത്. 2013 അവതരിപ്പിക്കപ്പെട്ട വനിതാ സംവരണം കഴിഞ്ഞ 10 വർഷം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ടായിട്ടും എന്തുകൊണ്ട് നടപ്പിലാക്കിയിട്ടില്ലെന്നും ശ്രീജ മഠത്തിൽ പറഞ്ഞു. വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനായി മഹിളാ കോൺഗ്രസ് സംസ്ഥാനമാകെ പ്രതിഷേധ സമരങ്ങൾ നടത്തും. ഭാരവാഹികളായ രജനി രാമാനന്ദൻ, കെ.എൻ. പുഷ്പലത, ഉഷാകുമാരി, സി.പി. ഗിരിജ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ നമുക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ സംവരണ ബില്ല് എന്നുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് നടിച്ചുകൊണ്ട് അതിനോടൊപ്പം മണ്ഡല പുനർനിർണയം കൂടി കൊണ്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെയും അതുപോലെ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയുമാണ്. നമുക്കറിയാം, വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ കോൺഗ്രസിൻ്റെതാണ്. അതുപോലെ തന്നെ വനിതാ രാഷ്ട്രപതി കോൺഗ്രസിൻ്റെതാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വനിതകളെ വഞ്ചിക്കുന്നു എന്നാണ്. കാര്യം അതല്ല എന്ന് നമുക്കറിയാം. ശരിക്കും വനിതകളെ വിഡ്ഢികളായിക്കൊണ്ട്, വനിതകളെ മറയാക്കിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. നമുക്കറിയാം, 543 സീറ്റിലുള്ള ലോകസഭയിൽ വനിതാ സംവരണം 33% വനിതാ സംവരണം ഇപ്പോൾ തന്നെ നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ട് നടത്തിക്കൂടാ? നമുക്കറിയാം, 2023 പാസ്സായ ബില്ലാണ്. അപ്പോൾ ഈ 2024 തന്നെ അവർക്ക് വേണമെങ്കിൽ വനിതാ സംവരണ ബില്ല് വനിതാ സംവരണം നടപ്പാക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് 2014-19 ഭരിക്കുന്നത് ബി.ജെ.പി. ആണ്. അത്രമാത്രം മറ്റ് പ്രതിപക്ഷം ഇല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവർക്ക് സ്ത്രീകളോട് അത്രമാത്രം സ്നേഹമാണെങ്കിൽ, സ്ത്രീകളെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അത് നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അന്ന് നടപ്പിലാക്കാതെ ഇപ്പോൾ നടപ്പിലാക്കണം, അല്ലെങ്കിൽ 2029 തൊട്ട് നടപ്പിലാക്കും എന്ന് പറയുന്നതിൽ സാങ്കത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാണ്, സ്ത്രീകളുടെ വേണ്ടിയുള്ളതല്ല, സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുകയും അതിൻ്റെ മറവിൽ ബി.ജെ.പി. RSS അജണ്ട നടപ്പിലാക്കുവാനാണ് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉദ്ദേശം